ഹായ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എപ്പോഴത്തെ ഉള്ള പോലത്തെ ഫുഡ് വ്ളോഗോ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗോ ഒന്നുമല്ല. ഇന്ന് ശരിക്കും ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോവാണ്. അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കാണാത്ത സംഭവങ്ങളൊന്നുമല്ല. ഞാൻ ഈ ഫ്ലാറ്റ് ഞാനും ശ്വേതയും കൂടി ഈ ഫ്ലാറ്റ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഫർണിച്ചറുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജ് അത് ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ടി വി മേടിക്കണതിൽ മാത്രം ഞങ്ങൾ കുറച്ച് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി മേടിക്കണോ അത് പ്രൊജക്ടർ മേടിക്കണോ എന്നുള്ളൊരു കാര്യത്തിൽ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു തർക്കം, പിന്നെ കുറേ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ശ്വേതയുടെ അനിയും കുറേ പിന്നെ നമുക്ക് ടി വി മേടിക്കുന്ന അഡ്വാൻറ്റേജസ് ഉണ്ട്, പ്രൊജക്ടറിലെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫൈനലി ഒരു ഡിസിഷനിലെത്തി. അതായത് ഞങ്ങൾക്ക് പ്രൊജക്ടർ മേടിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ പ്രൊജക്ടർ മേടിക്കുക എന്നുള്ളതാകുമ്പോഴത്തേക്ക് ഏത് പ്രൊജക്ടർ ഏതാണ് നല്ലത്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് നല്ലത് എന്നുള്ളത് കാര്യം കുറേ കാലങ്ങളായിട്ട് ഏതാണ്ട് 1.5 മാസമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫൈനലി ഞങ്ങളൊരു പ്രൊജക്ടർ മേടിച്ചു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഈ വ്ളോഗിൽ. ഓക്കെ, ഇതാണ് സാധനം, സാറ്റ്കോ യുവാഗോ സ്മാർട്ട് പ്രൊജക്ടർ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി കുറേ നമ്മൾ തപ്പിയായിരുന്നു. പ്രൊജക്ടറിൻ്റെ കുറേ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാനും ശ്വേതയും നോക്കുന്നത് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സംഭവങ്ങൾ മേടിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ടി വി വരുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു ടി വി എടുക്കണമെങ്കിൽ ഒരു 20,000 15,000 to 20,000 മിനിമം ആവും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും പ്രൊജക്ടറിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പം ഈസിലി പോർട്ടബിൾ, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പോർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ അങ്ങനത്തെ കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇതിൻ്റെ MRP ശരിക്കും കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 21,990 ആണ്. പക്ഷേ ഞങ്ങളിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഞങ്ങൾ മേടിച്ചത് 6,990 റുപ്പീസിന്, 6,990 രൂപയ്ക്കാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്യാവശ്യം സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു പ്രൊജക്ടർ എടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് പേരിലെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇതെടുക്കാൻ തന്നെ തീരുമാനിച്ചത്. സോ ഇതിൻ്റെ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഇത് ശരിക്കും വന്നപ്പോൾ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വയ്ക്കായിരുന്നു, കാരണം ഇതിനകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലോട്ട് നോക്കാം. ഇതാണ് അതിൻ്റെ പാക്കേജ്. ഇതിൻ്റെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ഫോക്കസ്, ഡിജിറ്റൽ കീസ്റ്റോൺ, 180p സപ്പോർട്ട്. ഡിജിറ്റൽ കീസ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കറക്ഷൻ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഇതിൻ്റെ സൈഡ് സ്കെയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ കീസ്റ്റോൺ. മാനുവൽ ഫോക്കസ് നമുക്കിത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1080p സപ്പോർട്ടുണ്ട്. ഞാൻ ശരിക്കും വലിയ ടെക്നോളജി ഭയങ്കര സംഭവമൊന്നുമല്ല, അതുകൊണ്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 720p റെസൊല്യൂഷൻ, 16:9 ആസ്പെക്ട് റേഷ്യോ, ഇതിൻ്റെ വൈഡ് സ്ക്രീൻ എക്സ്പീരിയൻസ്. പിന്നെ നമുക്കിതിൽ HDMI, USB, പിന്നെ 3.5mm ഓക്സ് കേബിൾ എല്ലാം നമുക്കിതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്കിതിപ്പോൾ എക്സ്റ്റേണൽ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. സ്ക്രീൻ മിററിങ്, നമുക്കിപ്പോൾ ലാപ്പിൽ നിന്നോ ഫോണിൽ നിന്നോ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ക്രീൻ മിററിങ് ഇപ്പോൾ ഉണ്ട്. മാനുവൽ ഫോക്കസ്, നമുക്ക് മാനുവലി ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം പ്രൊജക്ടർ. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്രില്ല് പോലത്തെ സാധനം വരുന്നുണ്ട്. അത്യാവശ്യം വലുതെന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസിലുള്ള ലെൻസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മാനുവൽ ഫോക്കസ്. ഇതിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് HDMIക്കുള്ള പോർട്ടുണ്ട്, ഓക്സ് കേബിളിനുള്ളതുണ്ട്, USB പോർട്ടുണ്ട്, പവർ ഓൺ ബട്ടൺ എന്ന് പറഞ്ഞ ഇതാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാൻഡാണ്. അതായത് നമുക്കിതിപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ ചെയ്യാം. നമുക്കിത് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു വയറുണ്ട്, റിമോട്ടുണ്ട്. ഇത് മാനുവൽ, പ്രൊജക്ടർ മാനുവൽ. ഇതിങ്ങനെയാണ് നമുക്കിത് സെറ്റപ്പ് ചെയ്യാനുള്ള കുറേ മാനുവൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. പിന്നെ വരുന്നത് ഓക്സ് കേബിളാണ്, 3.5mm ഓക്സ് കേബിൾ വരുന്നുണ്ട്. ഇതാണ് വാറണ്ടി കാർഡ്. അൺബോക്സിങ് കഴിഞ്ഞ് നമുക്കിത് സ്ക്രീൻ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിതൊന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്രൈം വീഡിയോ ഇതൊക്കെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള CTV അതേപോലത്തെ ഒക്കെ മൈ ആപ്സിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോണിലുള്ള പോലെ തന്നെ ഇതിൽ നിറയെ അതേപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ OTT പ്ലാറ്റ്ഫോംസ് നിറയെ ഉണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. ഇതിൽ റിമോട്ട്സ് ആൻഡ് അക്സസറീസിൽ നമുക്ക് 5.0 ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ സ്പീക്കർ ഒക്കെ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡേറ്റ് ആൻഡ് ടൈം,
നമുക്ക് ഡേറ്റും ടൈമൊക്കെ സെറ്റ് ചെയ്യാം ഇതിൽ. അത് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ. അതേപോലെ ചൈനീസ്, ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, ടർക്കിഷ് എല്ലാം ഉണ്ട് ഇതിൽ. അടുത്തതായിട്ട് പ്രൊജക്ടർ സെറ്റിംഗ് ആണ്. ഇതിൽ ഓട്ടോ കിറ്റുണ്ട്, സ്കെയിലിംഗ്, 4 പോയിൻറ്റ് കറക്ഷൻ, ഇതൊക്കെയാണുള്ളത്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും, ഈ നമ്മുടെ സ്ക്രീനിൻ്റെ സൈസ്. ഈ 4 പോയിൻറ്റ് കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ 4 കോർണറിൽ നിന്നും നമ്മൾ സ്ക്രീൻ ചെയ്തേക്കുന്ന ഇമേജിനെ നമുക്കത് ആംഗിൾ സെറ്റ് ചെയ്ത് കറക്റ്റ് റെക്റ്റാങ്കിളാക്കി മാറ്റാൻ പറ്റും. നമ്മൾ പ്രൊജക്ടർ വെച്ചേക്കുന്ന ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും, അപ്പോൾ നമുക്ക് അത് സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് അതൊരു ഇച്ചിരി ട്രപ്പിസോഡൽ ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്, പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ നമുക്ക് ഈ കീ സ്റ്റോൺ വെച്ചിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 4 കോർണേഴ്സിലും അഡ്ജസ്റ്റ് ചെയ്ത് പെർഫെക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംഗിളിൽ, റെക്റ്റാങ്കിളിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സിൽ വരുന്നത്. നമുക്ക് ഒരു 4K വീഡിയോ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട്. ഞാനിപ്പോൾ CID മൂസ പ്ലേ ചെയ്തേക്കാണ്. ഞാൻ ശരിക്കും ഇതൊരു ഉച്ച സമയത്താണ് പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ സൺലൈറ്റ് ചെറുതായിട്ട് റൂമിനകത്തോട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും നല്ല ബ്രൈറ്റ്നസ്സിലാണ് നമ്മൾ കാണുന്നത്. ചെറിയൊരു തിയേറ്റർ എഫക്റ്റ് തന്നെ ഉണ്ട്. 8400 ലൂമൻസ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ്നസ്സിലൊരു ചെറിയൊരു മിനി തിയേറ്റർ എഫക്റ്റ് ശരിക്കും കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓഡിയോ, ഇപ്പോൾ നമുക്കിപ്പോൾ ഓഡിയോ ഇതിൽ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഓഡിയോ ഇടാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ കാണുന്നതന്നെ നരസിംഹമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഓഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിയോ ഉണ്ട്. നമ്മൾ എക്സ്റ്റേണൽ സ്പീക്കർ കൂടി വെക്കുകയാണെങ്കിൽ നല്ലൊരു ഓഡിയോ എഫക്റ്റും നമുക്കിതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ഇതേപോലത്തെ ടെക്നോളജി ബേസ്ഡ് ഒരു വ്ളോഗ് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇത് മേടിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്ന് ഒരു അൺബോക്സിംഗ് പോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.